നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, വോയിസ് ഓഫ് മാനാർജിയിലേക്ക് സ്വാഗതം. നല്ല ചൂടാണ് കേരളത്തിലിപ്പോൾ. ഇപ്പം ഞാൻ പറയുന്ന വാർത്തയ്ക്ക് ഒരു നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു ജനറൽ വിഷയത്തിൽ കിടക്കാം. നമ്മുടെ ബഹുമാന്യായ ആരാധ്യനായ സാഹിത്യകാരനും കോഴിക്കോട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായിരുന്ന യശസ്വരീനായ സുകുമാർ അഴീക്കോട് സാർ ഒരിക്കൽ പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദി കേരള പീപ്പിൾസ് ആർ എഡ്യൂക്കേറ്റഡ് ഫൂൾസ്. സന്ദർഭവശാൽ അദ്ദേഹം പറഞ്ഞതാണ് ഒരു പ്രസംഗത്തിൽ. വലിയ വിമർശനമായി. ഇപ്പോഴെങ്കിലും അല്ല, 30 വർഷം മുമ്പാണ്. എന്നാന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു വളരെ ശരിയായി. ഇന്ന് കേരളത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് അങ്ങ് ഉയർന്ന് അങ്ങ് ഹിമാലയത്തോളം പൊങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തെല്ലാം ഡിഗ്രികൾ, ഡിപ്ലോമയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ BA BSc ഒക്കെ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ABCDEFGH മുഴുവനുണ്ട്. അത് വേറെ വിഷയം. പക്ഷേ ഇവർക്കൊന്നും ഒരു വിവരവും ഇല്ലെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന ചില പരസ്യങ്ങൾ കണ്ട് വെളിച്ചം കണ്ട് ആഞ്ഞു കയറിപ്പോയി സ്വയം ഹോമിക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ അതിനടിമാകുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന സകല പരസ്യങ്ങളും തട്ടിപ്പാണ്. ഒരെണ്ണം പോലും ജെനുവിനായിട്ടില്ല. ഒരു കണ്ണടയ്ക്ക് 3 കണ്ണട, അതിനൊരു വില ഫേസ്ബുക്കിൽ പറയും. അത് നമ്മളൊന്ന് ഓർഡർ ചെയ്താൽ ഏകദേശം 100-150 രൂപയുടെ കൂടുതലാവും. അത് ഷിപ്പിംഗ് ചാർജ് അത്ര. ഇത് കപ്പലിലാണോ കണ്ണാടി കൊണ്ടുവരുന്നത്? തെമ്മാടിത്തരം, തട്ടിപ്പ്. അത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഓർഡർ ചെയ്യുകയും ചെയ്യും. ഞാനിതെല്ലാം പരീക്ഷിക്കും. അതുപോലെ നിങ്ങൾക്ക് ജോലി, ഒരു മണിക്കൂറിന് 3000 രൂപ, ദിവസം ശമ്പളം. ഭയങ്കര തട്ടിപ്പ്. അതിനെങ്ങാനും ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അവസാനം ഒരു പറയും, നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ടൊരു 3000 രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ 5000 രൂപ അടയ്ക്കണം, 1000 രൂപ അടയ്ക്കണം. ഇതൊന്നും ആദ്യം പറയുന്നില്ലല്ലോ. എന്തിനാ? നിങ്ങളെ കുരുക്കിലാക്കിയിട്ട് വേണം ഇത് പറയാൻ. അതിനു വേണ്ടി. അപ്പം ഞാൻ അതിനോരോട് ചോദിച്ചു, എന്തിനായി ഫിക്സഡ് ഡെപ്പോസിറ്റ്? നിങ്ങൾക്ക് സൗകര്യം, പണം നിങ്ങളുടെ കയ്യിലല്ലേ. ഞാൻ ജോലി എടുത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നാലേ എനിക്ക് പണം സ്വീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ എമൗണ്ടിൽ നിന്ന് കുറച്ച് നിങ്ങൾ ആദ്യം തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിക്കോ എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അവസാനം ഞാൻ പിന്മാറി. ഞാൻ പറഞ്ഞു ഗോ ടു ഹെൽ എന്ന് റിപ്ലൈ കൊടുത്തു. ഞാൻ ആ നമ്പരെ ഡിലീറ്റ് ചെയ്തു. ഈ വരുന്ന നമ്പറുകൾ മുഴുവൻ വടക്കേ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുള്ളതാണ്. ഇത് നമ്മുടെ സർക്കാരിന് തടയാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല ഇത്തരം ഫാർട്ട്നസ്. അവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്നാണ് പലരും പറയുന്നത്. എനിക്കതിന് സത്യം അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BSNL തട്ടിപ്പാണ്, നമ്മുടെ ഫോണേ തട്ടിപ്പാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഈ പുതിയൊരു ഫോൺ നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്തൊരു 10-25 ആപ്പുകളുണ്ടാവും. ഇത് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് തരുന്നതല്ല. അത് അതിനകത്ത് ഇടിച്ച് കയറ്റി വച്ചിരിക്കുക. ചോറ് വിളമ്പുമ്പോൾ അതിൻ്റെ കൂടെ കറികൾ തരുന്നെന്ന് പറഞ്ഞ പോലെ ഈ ഫോണിൻ്റെ കൂടെ എന്തിനാ ഈ ആപ്പ്? ഒരെണ്ണം നമുക്ക് ഗുണമുള്ളതല്ല, ദോഷം ഉണ്ടാക്കുന്നതാണ് അതിന്. ഈ ആപ്പ് നമ്മൾ വിചാരിച്ചാൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അവർ ചില കുറുക്ക് വഴികളിലൂടെ വേറെ ചില കാര്യങ്ങളിലൂടെ ഒക്കെ ചെയ്ത് നമ്മുടെ പണമോ നമ്മുടെ സമയമോ നമ്മുടെ ഡീറ്റെയിൽസോ നമ്മുടെ രഹസ്യങ്ങളോ ഒക്കെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഇത് വായിച്ചിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഗവൺമെൻറ് അറിയാതെ നടക്കുമോ? ഇന്ത്യയിൽ വിപണി നടത്തുന്ന ഒരു സാധനത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളത് അവരറിയണ്ടേ, ഡീറ്റെയിൽസ് അറിയണ്ടേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളികൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നെറ്റിൻ്റെ വിതരണം 28 ദിവസത്തെ ഒരു പോളിസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 28 ദിവസത്തെ BSNLൻ്റെ 200 രൂപ. താരതമ്യേന എമൗണ്ട് ശരിയാണ്. ഓരോ ദിവസം 2 GB 100 കണക്കിനുള്ള മെസ്സേജ്. നമ്മളാർക്ക് മെസ്സേജ് അയക്കാനാ? ഏറി വന്നാൽ നമ്മൾ 4 പേർക്കല്ലേ മെസ്സേജ്, ബാക്കിയല്ലേ അവിടെ പോയി. പിന്നെ രണ്ടാമത്, ഇന്ന് ഞാൻ 1.5 GB ഉപയോഗിച്ചു, 1/2 പോയിൻ്റ് അധികമുണ്ട്. അനക്കമില്ല അതിനെപ്പറ്റി. നാളെ 2 GBക്ക് മേലെ ഒരു പോയിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ പറയും, ഉടനെ അനൗൺസ് ഡിസ്പ്ലേ വരും, നിങ്ങളുടെ അനുവദിച്ചത് കഴിഞ്ഞിരിക്കുന്നു, ഇനി കൂടുതൽ പണം അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇന്നലത്തെ പോയി. അത് ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇതുപോലെയാണ് സകല കമ്പനികളും. BSNL മാത്രമല്ല, ഇത് നമ്മളാരും അറിയുന്നില്ല. ഈ നമുക്ക് തന്ന സേവനത്തിന് കാശ് കൊടുത്താൽ പോരെ. 2 GB ഉപയോഗിക്കും മാക്സിമം. പക്ഷേ നമ്മൾ 1 GB ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 1 GB പിറ്റേ ദിവസത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരികയല്ലേ വേണ്ടത്. അതവർ തരത്തില്ല. അതുപോലെ കുറേ സുന്ദരികളായ പെൺകുട്ടികളുടെ പടങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്തു, ഞാൻ സുന്ദരിയല്ലേ, എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ളതുണ്ടെങ്കിൽ ഹായ് തരൂ. ഈ വേങ്ങവര്യൻ ഹായ് കൊടുക്കും. പിറ്റേ ദിവസം തൊട്ടവൾ പതുക്കെ ഇത് തുടങ്ങി. പെണ്ണേ അല്ല,
വാസ്തവത്തിൽ ഇത് വെറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അതിൻ്റെ കളിയാണ്. ഇത് ഈ കോന്തേകാളന്മാർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവൻ്റെ കാശ് പോയി കഴിയുമ്പോഴേ അറിയുള്ളൂ. മിണ്ടാൻ പറ്റുമോ വെളിയിൽ? ഇതാണ് നമ്മുടെ ആളുകളെല്ലാം പിന്നെ ഈ എഡ്യൂക്കേറ്റഡ് ഫൂൾസാണ്. സുകുമാർ സാർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. മനസ്സിലായല്ലോ? നിങ്ങളെങ്കിലും ഇതിലൊന്നും ചെന്ന് വീഴാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഈ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളെ നന്നാക്കാൻ വേണ്ടി ഒരു പരസ്യവും എവിടെ ഒരിക്കലും ഫേസ്ബുക്കിലും വാട്സപ്പിലും വരില്ല. ഇത് മുഴുവൻ തട്ടിപ്പാണ്. അതുകൊണ്ട് അതിൽ ഒരിക്കലും വീഴാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ കാശ് പോകാതിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം. ഇന്ന് നമുക്ക് ഇത്ര മാത്രമായിട്ട് നിർത്താം. ഇനി നാളെ കാണാം. ഞാൻ മാന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യർ, പാലക്കാട്. എൻ്റെ ഫോൺ നമ്പർ 9447552982 9447352982. ഓക്കെ, നിങ്ങൾ ഇത് കാണണം. ഈ ചാനലിലെ വോയിസ് ഓഫ് മാന്നാർജി കാണണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം. ഞാൻ റിട്ടയർഡ് ഫിസിഷ്യനാണ്. ആര്യവിദ്യ ഫാർമസി, കോയമ്പത്തൂർ ലിമിറ്റഡ്, പാലക്കാട് താമസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. അടുത്തത് നമുക്കൊരു ചികിത്സാ നിർദ്ദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്നിൻ്റെ വിശദീകരണമൊക്കെ ആയിട്ട് കാണാം. നമസ്തേ. ഓക്കേ.